കരീഷ്മ അറിയാം, മാനേജർ. എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല, കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താടി നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഈ അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയേണ്ടത്, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ്, പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരീഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി ഋതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ